ഹായ്, ഇന്ന് നമ്മൾ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസിൻ്റെ പാർട്ട് 5 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ എന്നതിനെ കുറിച്ചാണ് ഡിസ്കഷൻ. ഓക്കെ, ഒറ്റ സംഖ്യകൾ എന്താണ് എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്യാം. 1, 3, 5, 7 എക്സെട്ര ഇങ്ങനെ പോകുന്നതാണ് പോസിറ്റീവായിട്ടുള്ള ഒറ്റസംഖ്യകൾ. ഇതിൽ ഏറ്റവും ചെറിയ ഒറ്റസംഖ്യയാണ് 1. ഓക്കെ, ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലുത്, അതായത് അത് ഇൻഫിനിറ്റി ആണ്, നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ അടുത്തടുത്ത ഒറ്റസംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. PSC അതുപോലെ തന്നെ LGS, LDC ഇങ്ങനെയുള്ള പരീക്ഷകൾക്കും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനെല്ലാം തന്നെയുള്ള സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ബേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോവുക. അപ്പൊ ഇതില് ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ഹിയർ അപ് ടു 5? 5 വരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങാം. 5 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? നമുക്കറിയാം 1, 3, 5 3 ഒറ്റ സംഖ്യകളാണെന്ന് അറിയാം. എങ്കിലും എങ്ങനെ ആ ആൻസറിലേക്ക് എത്താമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? ഇവിടെ 5 വരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ നമുക്കൊരു ഫോർമുലയുണ്ട്. n 5 എന്നെടുക്കുക. n = 5. n + 1/2 ആണ് അതിന്റെ ആൻസർ. എത്ര ഒറ്റ സംഖ്യകളുണ്ട് എന്ന ക്വസ്റ്റിന് n + 1/2. n-ന് നമുക്ക് 5 എന്ന വാല്യൂ കൊടുത്താൽ 5 + 1/2. ഇപ്പൊ എന്തോരും? 6/2. 3 ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ 1, 3, 5 എന്ന് പറയുമ്പോൾ n 5 എന്ന് എടുത്തുകൊണ്ട് നമുക്ക് എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്ന് കാണാം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1, 3, 5, 7 എക്സെട്ര അങ്ങനെ പോകുന്നു. 37 വരെയുള്ള ഒറ്റ സംഖ്യകളാണ്. അതിൽ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്ന് നോക്കാം. അപ്പൊ ഇവിടെ n എത്രയാണ്? n 37 ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഫോർമുല വീണ്ടും ഉപയോഗിക്കുകയാണ്. n + 1/2. n എന്ന് പറഞ്ഞാൽ 37 ആണ്. 37 + 1/2 സമം 38/2 സമം 19 എന്ന് വരും. അപ്പോ 37 വരെ 19 ഒറ്റ സംഖ്യകളുണ്ട്. 37 വരെ എന്ന് പറയുമ്പോൾ n 37 എടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1, 3, 5, 7 എക്സെട്ര 49. 49 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു n + 1/2 ആണ്. n 49 ആണ്. 49 + 1/2 50/2 25 ഒറ്റ സംഖ്യകളാണ് ഉള്ളത്. ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ തേർഡ് ഓഡ് നമ്പർ. അത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഫൈൻഡ് ദ തേർഡ് ഓഡ് നമ്പർ. ഓഡ് നമ്പേഴ്സ് ആർ 1, 3, 5 എക്സെട്ര ആണ്. തേർഡ് ഓഡ് നമ്പർ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ n എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. 3 ആവുമ്പോൾ തേർഡ് ഓഡ് നമ്പർ എന്ന് പറയുന്നത് കാണാനുള്ള നമ്മളുടെ ഫോർമുലയാണ് 2n - 1. ഇവിടെ n-ന് വാല്യൂ 3. അപ്പൊ 2n - 1 എന്ന് പറയുമ്പോൾ 2 × 3 - 1 = 6 - 1 = 5. അപ്പൊ നമുക്ക് ആൻസർ 5 എന്ന് കിട്ടും. അതായത് തേർഡ് ഓഡ് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ അത് കാണുന്നതിനുള്ള സൂത്രവാക്യമാണ് അല്ലെങ്കിൽ ഫോർമുലയാണ് 2n - 1. ഇനി 15th ഓഡ് നമ്പർ, 15ാമത്തെ ഒറ്റ സംഖ്യ എത്രയാണ്? അപ്പൊ ഇവിടെ n എത്രയാ? 15 വരും. അപ്പൊ 2n - 1 2 × 15 - 1 അപ്പൊ എത്ര വരും? 30 - 1 29 എന്ന് വരും. മനസ്സിലായോ? അപ്പോ 100th ഓഡ് നമ്പർ, മറ്റൊരു എക്സാമ്പിൾ. 100ാമത്തെ ഒറ്റ സംഖ്യ എത്രയാണ്? അപ്പൊ n എത്രയാണ്? 100. 2n - 1 2 × 100 - 1 = 200 - 1 199. ഓക്കെ, ഇനി അതുപോലെ 150th ഓഡ് നമ്പർ. 150th ഓഡ് നമ്പർ അല്ലെങ്കിൽ 150ാമത്തെ ഓഡ് നമ്പർ എത്രയാണ്? നമ്മൾ എന്ത് ചെയ്തു? ടേക്ക് ഡബിൾ ഓഫ് 150 എന്നിട്ട് 1 കുറയ്ക്കുക. ഇവിടെ ചെയ്ത പോലെ 2 × 150 - 1. 200ാമത്തെ ഒറ്റ സംഖ്യ എത്രയാ? 2 × 200 - 1. nth ഒറ്റ സംഖ്യ എത്രയാണ്? 2n - 1. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ 3 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? അപ്പൊ ആദ്യത്തെ 3 ഒറ്റ സംഖ്യകളുടെ തുക 1, 3, 5. നമ്മൾ ചെറിയ സംഖ്യയിൽ നിന്ന്
തുടങ്ങാം. പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ്. അപ്പൊ 1, 3, 5 എന്ന് എടുക്കുമ്പോൾ അതിന്റെ തുക എത്രയാണെന്ന് കാണാനാണ്. അപ്പൊ ഇവിടെ നമ്മൾ 3 ഒറ്റ സംഖ്യകളാണ്. നമ്മൾ n = 3 എന്ന് എടുക്കുന്നു. അപ്പൊ ഒറ്റ സംഖ്യയുടെ തുക n² ആണ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുകയാണ് n². അപ്പൊ n² = 9 എന്ന് വരും അല്ലെ. നമുക്കത് വെരിഫൈ ചെയ്യാം. ഇവിടെ 1, 3, 5 അതിന്റെ തുക എടുക്കുമ്പോഴോ 1, 3, 4, 5 9 ആണ്. ഓക്കെ. അപ്പോ 3 ഒറ്റ സംഖ്യകളുടെ തുക 3². അപ്പൊ n ഒറ്റ സംഖ്യകളുടെ തുക n². അപ്പൊ സം ഓഫ് 19 ഓഡ് നമ്പേഴ്സ് 19 ഒറ്റ സംഖ്യകളുടെ തുക എന്ത് വരും? 19². അതാണ് 361. സം ഓഫ് n ഓഡ് നമ്പേഴ്സ് n². നമ്മൾ പഠിച്ചു അല്ലെ. ഇനി ഇത് ഫോർമുല ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഫൈൻഡ് സം ഓഫ് 99 ഓഡ് നമ്പേഴ്സ്. ഇപ്പൊ എന്ത് വരും? 99². 9801. ഓക്കെ. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? n². ഓക്കെ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നാൽ വളരെ വേഗം ചെയ്യാം. n 71, അതായത് 71 ഒറ്റ സംഖ്യകളുടെ തുക 71². 5041. ഇനി 65 ഒറ്റ സംഖ്യകളുടെ തുകയാണെങ്കിലോ സം 65². 4225. ഇനി 81 ഒറ്റ സംഖ്യകളുടെ തുക ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുകയാണ്. അപ്പൊ ആദ്യത്തെ 81 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ നമുക്ക് n 81 എടുക്കാം. അപ്പൊ സം 81² 6561. 81 × 81. ഓക്കെ. ഫൈൻഡ് ദ സം 1 + 3 + 5 + etc. + 29. ഇതിന്റെ സം എന്താണ്? ഇതെന്താ പഠിച്ച രണ്ട് കാര്യങ്ങൾ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. 1 + 3 + 5 + etc. + 29 എന്ന് പറയുമ്പോൾ 29 വരെയുള്ള ഒറ്റ സംഖ്യകളാണ്. അത് ആദ്യത്തെ ഒറ്റ സംഖ്യകളാണ്. 1 മുതൽ തുടങ്ങിയാണ് അല്ലെ. 1 മുതൽ തുടങ്ങി 29 വരെയുള്ള ഒറ്റ സംഖ്യകൾ. അപ്പൊ 29 വരെയുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ അതിന്റെ എണ്ണം എടുക്കണം. എണ്ണം 29 + 1/2 n + 1/2 അത് 15 ആണ്. ഇനി 15 ഒറ്റ സംഖ്യകളുടെ തുക അത് നമ്മൾ നേരത്തെ പഠിച്ചു. n ഒറ്റ സംഖ്യകളുടെ തുക n². അപ്പൊ ഇവിടെ 15² 225 എന്ന് വരും. ഇനി അതുപോലെ തന്നെയാണ് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സം 1 + 3 + 5 + etc. + 99. അതായത് 99 വരെയുള്ള സംഖ്യകളുടെ ഒറ്റ സംഖ്യകളുടെ തുകയാണ്. അപ്പൊ 99 വരെ എന്ന് പറയുമ്പോൾ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? അത് n + 1/2. അപ്പൊ 99 + 1/2 അപ്പൊ 100/2 50. അപ്പൊ 50 ഒറ്റ സംഖ്യകളാണ് ഇവിടെ ഉള്ളത്. 50 ഒറ്റ സംഖ്യകളുടെ തുക 50² 2500. ഓക്കെ. ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ. ഹൗ മെനി കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് 400? ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് 400? അതായത് ആദ്യത്തെ എന്ന് പറയുമ്പോൾ 1 മുതൽ തുടങ്ങണം. അങ്ങനെയുള്ള എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് 400 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ സം വരുന്നത് 400 ആണ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാവും അല്ലെ. സം = 400. അപ്പോ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n² ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ n²ന്റെ വിലയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് n² = 400 എന്ന് എടുക്കാം അല്ലെ. n² = 400 ആവുമ്പോൾ n എത്രയാണ്? അതിന്റെ സ്ക്വയർ റൂട്ട് ആണ് 400ന്റെ വർഗ്ഗമൂലം. അത് 20 ആണ്. അപ്പൊ 20 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 400 അല്ലെ. n 20 ആകുമ്പോൾ n² 400 ആയിരിക്കും. അപ്പൊ ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 400 എന്ന് കിട്ടുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ സം 225 ആണ്. സം 225 എന്ന് തന്നിരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുകയാണ് 225. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n² ആണെന്ന് നമുക്കറിയാം. അതായത് n²ന്റെ വില 225 ആണ്. അപ്പൊ n² = 225. അപ്പൊ n എന്താണ്? അതിന്റെ വർഗ്ഗമൂലമാണ്. അത് 15 ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സം 900 എന്ന് തന്നിരിക്കുന്നു. അതായത് n ഒറ്റ സംഖ്യകളുടെ തുകയാണ് 900. അങ്ങനെ വരുമ്പോൾ n²ന്റെ വിലയാണ് 900. അപ്പൊ നമുക്ക് എന്തെടുക്കാം? n² = 900. n² 900 ആവുമ്പോൾ n എന്ത് വരും? 30. ഓക്കെ. അതിന്റെ വർഗ്ഗമൂലം. അടുത്ത ക്വസ്റ്റ്യൻ സം 625 എന്ന് തന്നിരിക്കുന്നു. അതായത് n ഒറ്റ സംഖ്യകളുടെ തുക 625.
n ഒറ്റ സംഖ്യകളുടെ തുക n സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അതായത് n സ്ക്വയർ 625 ആണ്. അങ്ങനെ വരുമ്പോൾ എന്നോ അതിന്റെ വർഗമൂലമായ 25 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വേഗം ഒന്ന് ചെയ്തു നോക്കാം. എങ്ങനെ ക്വസ്റ്റ്യൻസ് വേഗം ചെയ്യണം. അതായത് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയാൽ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. ഇപ്പൊ ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ഹിയർ അപ് ടു 71? n വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? n+1/2. അപ്പൊ നമുക്ക് 1+1 72/2 36 എന്ന ആൻസർ കിട്ടും. അപ്പൊ സി ആണ് ഇവിടെ ആൻസർ. ഇനി അടുത്ത നോക്കിയേ, ഫൈൻഡ് 100th ഓഡ് നമ്പർ. 100ാമത്തെ ഒറ്റ സംഖ്യ എത്ര? നമ്മൾ നേരത്തെ കണ്ടതാണ് 15ാമത്തെ ഒറ്റ സംഖ്യ 2n-1. 2 into 100. 100th ഓഡ് നമ്പർ വരുമ്പോ 2 into 100 200 - 1 199. അപ്പൊ 199 ആണ് ആൻസർ. അടുത്തത് ഫൈൻഡ് ദ സം ഓഫ് 39 ഓഡ് നമ്പേഴ്സ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ് നമ്മൾ കണ്ടത്? n സ്ക്വയർ. അപ്പൊ 39 സ്ക്വയർ 39 into 39 9 into 9 81. ഫസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. ഇതില് ഓപ്ഷൻസിൽ നമുക്ക് പെട്ടെന്ന് അറിയാം ഇത് 1521 ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മള് വേറൊരു സംഖ്യയും 1 ലാസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് 39ന്റെ സ്ക്വയർ തന്നെ കാണണം. അപ്പൊ 1521 എന്ന് നമുക്കറിയാം. ഫൈൻഡ് ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് അപ് ടു 99. 99 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 99 വരെ 99 + 1/2. അപ്പൊ 100/2 50 ഒറ്റ സംഖ്യകളുണ്ട്. അപ്പൊ 50 ഒറ്റ സംഖ്യകളുടെ തുകയാണ് വേണ്ടത്. 50 ഒറ്റ സംഖ്യയുടെ തുക 50 സ്ക്വയർ, അതായത് 2500. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 ഷുഡ് ബി ആഡഡ് ടു 1600? നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ്. എത്ര ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് 1600 കിട്ടുക? അതായത് n ഓഡ് നമ്പേഴ്സിന്റെ തുകയാണ് 1600. അതായത് n സ്ക്വയർ ആണ് 1600. 1600ന്റെ വർഗമൂലം 40. 40 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ ഇതുപോലെ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് വളരെ വേഗം ചെയ്യാം. ഇത് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സിൽ നമുക്ക് ഒറ്റസംഖ്യകളെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയി. ഇത് പഠിച്ചിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇരട്ട സംഖ്യകളെ കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.